സ്വാഗതം. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ 43ാം എഡിഷനിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രസിഡന്റ് നിസാർ തലങ്കരയാണ്. സ്വാഗതം. താങ്ക് യു. ഷാർജയിൽ ഇത്രയും വലിയൊരു മാമാങ്കം നടക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് താങ്കൾ ഇരിക്കുന്നു. എന്താണ് ഈ ഒരു ബുക്ക് ഫെയറുമായിട്ടുള്ള ഒരു അനുഭവം? 4 പതിറ്റാണ്ട് കഴിഞ്ഞു ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ. അത് ഇന്റർനാഷണലായി മാറി. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റിവലിന് ഈ നാട്ടിലെ ജനങ്ങളും പ്രവാസ സമൂഹവും അത് മനസ്സും നെയ്യും എല്ലാം കൊടുത്തിരിക്കുക. ഇത് ഷാർജയുടെ അല്ലെങ്കിൽ UAE ഒരു ആഘോഷമാണ്. ഇപ്പോൾ ഷാർജയെ പറ്റി അറിയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ കൾച്ചറൽ സെന്റർ എന്നാണ്, സാംസ്കാരിക തലസ്ഥാനം. ആ തലസ്ഥാനത്ത് ബുക്കിനെ ഒന്നുകൂടി വിളംബരം ചെയ്യുന്ന ഒരു വലിയ പരിപാടി. ഈ ഭാഷയെ ബുക്കിനെ വിളംബരം ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് മനുഷ്യ മനസ്സുകൾ അടുപ്പിക്കുന്നു എന്നാണ്. ആശയ സംവാദം എപ്പോഴും നിർബന്ധം. മനുഷ്യരാശിക്ക് നിലനിൽപ്പ് തന്നെ ആശയം സംവദിക്കുന്നതിലൂടെയാണ്. അപ്പൊ ഈ സംവാദം ഒരു മീഡിയ, ഈ മീഡിയത്തിലൂടെ ലോകത്തിനോട് ഷാർജ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യര് നിങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു രാശിയിൽ നിന്ന് വന്നവരാണ്. ഇവിടെ പുസ്തകങ്ങൾക്ക് വ്യത്യസ്ത തരങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ബുക്കിലൂടെ വ്യത്യസ്ത വീക്ഷണ കോണിലൂടെ നിങ്ങൾക്ക് ലോകത്തിന് പരിചയപ്പെടുത്താം നല്ല രീതിയിൽ. അത് ഏറ്റെടുത്തു ജനങ്ങൾ. അതുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏറ്റവും വിസിറ്റേഴ്സ് ഉള്ള ഒരു മാമാങ്കമായി ബുക്ക് മേളയായിട്ട് മാറിയത്. എന്തൊരു എനർജിയായി പോസിറ്റീവ് സൈഡാണ് കാണുന്നത് ബുക്കിന്റെ ഇടയിൽ നടക്കുമ്പോൾ. അപ്പോ അത് നല്ല കൈനീട്ടി സ്വീകരിച്ചു. ഷാർജ ഇൻഡസ്ട്രി വളരെ ശക്തമായി തന്നെ എല്ലാ വർഷവും ഇപ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുക്കുന്നൊരു വേദി എന്ന് പറയുന്നത്, ഞാൻ കൗൺസിൽ ജനറലുമായി സംസാരിച്ചത്, നമുക്കിതൊരു ഇന്ത്യയുടെ മലയാളത്തിന്റെ സാന്നിധ്യം വളരെ സജീവമായിട്ട് ഇവിടെ. ഒരുപക്ഷെ ഇനി കേരള ഗവൺമെന്റിനോടൊക്കെ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഈ മേളയെ പരിചയപ്പെടുത്തണം. വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രചോദനമാവും, വലിയ ഇൻസ്പിറേഷൻ ഉണ്ടാവും. അതിനുവേണ്ടി ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സ്റ്റാളുകളൊക്കെ ഉപയോഗിക്കാം. അവിടെ സംവാദനം നടത്തുന്നത് ഇവിടെ ഇപ്പോ ഏത് നമ്മുടെ കോൺഫറൻസ് റൂമൊക്കെ എല്ലാം ബിസിയാണ്. അത് അവിടെ ബിസി ആണെങ്കിൽ പോലും അവർക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ അനുഭവിക്കാനും അതോടൊപ്പം ചെറിയ ചെറിയ തരത്തിലുള്ള സംവാദനങ്ങൾ ഒരുക്കാനും ഇവിടെയും അസോസിയേഷന്റെ ഹാളുകളൊക്കെ ഉണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആസ് എ ഹോസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങൾ ഷാർജ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റ് എന്ന രീതിയിൽ അതോട് അങ്ങനെ ആർക്കും റിക്വയർമെന്റ്സ് കേരളത്തിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതോടൊപ്പം CGയോട് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ, ഏത് സംസ്ഥാനമായിക്കോട്ടെ, അത് ഗുജറാത്ത് ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, ബംഗാൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കശ്മീർ ആയിക്കോട്ടെ, അവർക്കൊക്കെ അവിടുത്തെ നല്ല നല്ല എഴുത്തുകാരുണ്ടാവും. അവരെ നമ്മളൊന്ന് അടുപ്പിക്കണം. ആ സംവാദനം വളരെ കുറവാണ്. അതെ, ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം അതാണ്. കാരണം ഇവിടെ ഉള്ള ഈ ഒരു ഹാൾ നമ്പർ 7 എല്ലാം മലയാളം ആണ്. അതേസമയം ബാക്കി പവലിയനൊക്കെ സഞ്ചരിച്ചാലും ഇന്ത്യയിൽ നിന്നുള്ള മറ്റു ഏരിയകളിൽ നിന്നുള്ള മറ്റു ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഇവിടുത്തെ മലയാളം പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതല്ല. അപ്പോ അതിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യണല്ലോ. ഈ അസോസിയേഷനിൽ എല്ലാവരും ഇല്ലേ? ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇതിന്റെ ആദ്യത്തെ ഒരു ബുക്ക് ഫെസ്റ്റിവൽ ആണ്. അപ്പൊ അതിന് ജനറൽ സെക്രട്ടറി സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആസ് എ പ്രസിഡന്റ് എന്റെ നോമിനേഷൻ അഡ്രസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൗൺസിൽ ജനറലോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇത് തയ്യാറാണെന്നുള്ള വിവരം നിങ്ങൾ ഇതര സംസ്ഥാനങ്ങൾക്ക് ആസ് ഒഫീഷ്യൽ ഗവൺമെന്റ് ത്രൂ അത് നിങ്ങൾ അനൗൺസ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നമ്മുടെ ഷാർജ അസോസിയേഷന്റെ ബോർഡ് നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാം, ഇൻ അസോസിയേഷൻ വിത്ത് കൗൺസിൽ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് കേരള സാഹിത്യ അക്കാദമി. ഈ 2 ബാനർ വെക്കാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. അത് വെക്കാനുള്ള പ്രധാന കാരണം ഇത് ഇന്ത്യക്കാരുടേതാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം വരും കാലങ്ങളിൽ വളരെ സജീവമായി. ഇന്ന് വേറെ ഇന്റർവ്യൂവിൽ അദ്ദേഹം അത് TV ഒരു ഹിന്ദുവിന്റെയും മറ്റുള്ള കാര്യത്തിലുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞൊരു പോയിന്റ് അതാണ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുമ്പിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാരെ വരും കാലങ്ങളിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, മലയാളികളായ പുതിയ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഒരു ലിസ്റ്റ് ഓഫ് എഴുത്തുകാർ പുതിയതിങ്ങനെ വളർന്നുണ്ട്. കോളേജിലായാലും മറ്റു സ്വന്തമായ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. പക്ഷെ പലപ്പോഴും മുന്നിൽ അല്ലെ പിന്നിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ ഒരാളില്ലാത്തത് കൊണ്ടും മറ്റൊക്കെ ഇത്തരം വേദികളിലേക്ക് എത്താതെ പോകുന്നുണ്ട്. അതായത് ഈ വലിയ പബ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ സ്റ്റാളുകളുണ്ട്. അതല്ലാതെ ചെറിയ പബ്ലിക്കേഷൻസിൽ വഴി അല്ലെങ്കിൽ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അത്തരക്കാർക്ക്
ഷാർജ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷനെ സമീപിക്കാവോ? ഇപ്പൊ മലയാളത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രസാധകരൊക്കെ വളരെ സമ്പൂർണ്ണമാണ്. നമ്മുടെ കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പ്രസാധക സംഘങ്ങളുണ്ട്. ഇപ്പത്തെ പോലെ മാറിപ്പോയി. ഇപ്പൊ ഓൺലൈൻ റൈറ്റിംഗ് ഉണ്ട്, ഫേസ്ബുക്ക് റൈറ്റിംഗ് ഉണ്ട്, അത് വിൽക്കാനുള്ള മേഖലകൾ ഓൺലൈനിലുണ്ട്, പല പല തരത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഏതെങ്കിലും ആർക്കെങ്കിലും എഴുതണം, അത് പ്രസാദനം ചെയ്യണം, അങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ അതിനൊരു ഗൈഡൻസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഒഫീഷ്യലായിട്ടൊരു അതിൻ്റെതായ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രസാദനം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഫൈനാൻഷ്യലിയും എക്കണോമിക്കലൊക്കെ അതാണ് നല്ലത്. പക്ഷെ അത് ഇവിടെ എത്താനും ഇങ്ങനെയുള്ള ഇവിടെ ഈ വേദികളൊക്കെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ആർക്കെങ്കിലും വേണമെങ്കിൽ ഷാർജ എന്നുള്ള സോഷ്യൽ ലിറ്റററി കമ്മിറ്റി, ആ കമ്മിറ്റി സജീവമായിട്ട് അത് ഏറ്റെടുത്തുകൊണ്ട് അത് മുമ്പോട്ട് പോകും. അങ്ങനെ ഗൈഡൻസിന് വേണ്ടി തന്നെയാണ്, അങ്ങനെ പാരന്റ് റോൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിസർഗയുടെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് ഏതാണ്? ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ പല ഇന്റർനാഷണൽ ബുക്സും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പണ്ട് ചെറുപ്പകാലങ്ങളിൽ കിട്ടിയ കുറെ ഗിഫ്റ്റ്സ് ഉണ്ട്. അതിലൊന്ന് അന്ന കരീനിന എന്ന് പറയുന്ന ലിയോ ടോൾസ്റ്റോയിന്റെ എനിക്കിഷ്ടമാണ്. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ എല്ലാം വായിക്കും. എനിക്ക് നല്ലതൊന്നും ചീറ്റുന്നില്ല. ഇസ് എ ബുക്ക്. അങ്ങനെ അതിലെല്ലാം ആ തരത്തിൽ അപ്രോച്ച് ചെയ്താൽ മതി ഏത് പുസ്തകത്തിനും. അത് ചെറുതായിക്കോട്ടെ, വലിയ പ്രസാദകരായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, വളരെ ചെറിയ ചെറിയ എഴുത്ത് തുടങ്ങിയവരായിക്കോട്ടെ, ഇതൊക്കെ ഞാൻ വായിക്കുന്ന സ്വഭാവം തന്നെയാണ്. കൂടുതൽ ഞാൻ യാത്രയിലാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഏത് ഫ്ലൈറ്റ് ഇതിലാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും എപ്പോഴും. ആ ബുക്കും കൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുക. ആ ബുക്ക് ഒരു യാത്രയിൽ ചിലപ്പോഴും ഞാൻ ഒരു ബുക്ക് തീർത്തിരിക്കും. അപ്പൊ അടുത്ത ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധി എന്നുള്ള പുസ്തകമുണ്ട്. അതിലേക്കും പകുതി ഇനി ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഞാൻ കാത്തില്ല. അപ്പൊ ഗാന്ധി അത് നല്ലൊരു പുസ്തകമാണ്. നമുക്ക് ലോകത്തിന് കാണിക്കാൻ പറ്റുന്ന വലിയ ഇതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒറ്റ ബുക്കുകളുണ്ട്. ഒരു വലിയ അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതത്തെ പറ്റി എഴുതിയ ഒന്ന് രണ്ട് ബുക്കുകളുണ്ട്. അതൊക്കെ എന്നെ വളരെ ആകർഷിച്ച എത്രമാത്രം വലിയ ബുക്കുകളാണ് അതൊക്കെ ആലോചിക്കുക. പിന്നെ വ്യത്യസ്ത തലത്തിലുള്ള ഓപ്പോസിറ്റ് ബുക്ക് നമ്മൾ വായിക്കണം. വളരെ നെഗറ്റീവായി എഴുതപ്പെട്ട ഒരു പുസ്തകങ്ങളുണ്ട്, നമ്മൾ അതും വായിക്കണം. എന്താണ് അവരുടെ കാഴ്ചപ്പാട്, അവരെങ്ങനെയാണ് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് എന്ന് നമ്മൾ വായിക്കണം. ഗോൾവാക്കറിന്റെ പുസ്തകം വായിക്കണം, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് പറയാനുള്ള നമ്മൾ രണ്ടിലും പറഞ്ഞു കൊടുക്കണം. ഇന്ന ഭാഗത്ത് തെറ്റാണ്. നമ്മൾ ആശയം സംവദിക്കാനാണല്ലോ ബുക്ക് ഉണ്ടാകുന്നത്. അത് ആശയം സംബന്ധിച്ച് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി നമ്മൾ പറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും പറയാനുണ്ട്, ലോകത്ത് യെസ് പറയാൻ വളരെ ഈസിയാണ്, നോ പറയാനാണ് പ്രോബ്ലം. പക്ഷെ നോ നല്ല രീതിയിൽ പറയാം. ലേൺ ടു സേ നോ വെൻ ഇറ്റ്സ് റിയലി നോ എന്നൊരു ബുക്കുണ്ട്. ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറയുന്ന സംഭവമാണ്, നിങ്ങൾ ആ ബുക്ക് വായിക്കണം. നോ, ലേൺ ടു സേ നോ വെൻ ഇറ്റ്സ് റിയലി നോ. അത് നമ്മള് പെൺകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വായിച്ച് പഠിപ്പിക്കണം. അവരപ്പോ ബോൾഡായിട്ട് അങ്ങ് വളരും. നിങ്ങൾ കുറെ പുസ്തകങ്ങളുണ്ട് എന്റെ ഇതില്, പുസ്തകങ്ങളൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ. ഞാൻ എന്തും വായിക്കും, എല്ലാ തരത്തിലും വായിക്കും. അങ്ങനെ പറയാറുണ്ട്, വായിക്കുന്നവര് പല ജീവിതങ്ങൾ ജീവിക്കുന്നു, അതുപോലെ ഒന്നും വായിക്കാത്ത ഒരാൾ ഒറ്റ ജീവിതം ജീവിക്കുന്നു. കറക്റ്റ്. വ്യത്യസ്ത തലങ്ങളിൽ അപ്പൊ അനുഭവം ഉണ്ടോ ഓരോ ആൾക്കാരെ കാഴ്ചപ്പാട് എങ്ങനെ? ഇതാണ് ഞാനൊരു കാലത്ത് ചെറുപ്പകാലത്ത് കോട്ടയം പുഷ്പനാഥിലെ വലിയൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറികൾ, പിന്നെ അയ്യനേത്തിന്റെ വലിയ വായനക്കാരനായിരുന്നു ഞാൻ. പിന്നെ ഉറൂബിന്റെ എല്ലാം വൈക്കം മുമ്പ് ഉറൂബിനെ ഞാൻ ഒന്നും ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. വൈക്കത്തിന്റെ എല്ലാ പുസ്തകങ്ങളും കാണാൻ പാടാൻ ഏകദേശം ഒട്ടുമിക്ക പുസ്തകങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളത് സംശയം മനസ്സിൽ വെക്കണ വെക്കും. അത് പ്രത്യേകിച്ച് ഞാൻ ചിലപ്പോൾ ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്രസംഗിക്കേണ്ടി വരും. ഇതിനു മുമ്പ് സംഘടനാ തലത്തിൽ അപ്പൊ എനിക്ക് ഉണ്ടാകുന്നൊരു വഴികാട്ടുന്ന ഈ റെഫറൻസ് ബുക്കുകളാണ്. ബുക്ക് അതിൽ നിന്ന് വ്യത്യസ്ത ബുക്കിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളാണ് എന്റെ പ്രസംഗത്തിലൂടെയൊക്കെ പുറത്തു വരിക. ജീവിതത്തിൽ ഒരുപാട് കഠിനാധ്വാനത്തോടെ വളർന്ന ആളുകളാണ്. അപ്പൊ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ സ്വാഭാവികമായിട്ടും എപ്പോഴും ഉയർച്ചയായിരിക്കില്ല, ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം സമയത്ത് എപ്പോഴെങ്കിലും ഒരു പുസ്തകം ഒരു പ്രത്യേക വഴിയിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ ഒരു വരികളൊക്കെ ഓർക്കേണ്ടി വരിക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ ലീഡർഷിപ്പ് പുസ്തകത്തെ, ഈ ലീഡർഷിപ്പ് മാനേജ്മെന്റ്, ഈ പുസ്തകം ഞാൻ വളരെ ആകർഷിച്ച ഒരു പുസ്തകമാണ്. ഈ ഞാൻ ഏകദേശം ഒരു 90s വായിച്ച ബുക്കാണ് ഹൗ ടു മാനേജ് യുവർ സെൽഫ്. അതാണ് ഏറ്റവും മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മാനേജ് ചെയ്യാൻ, ബാക്കിയുള്ള നമ്മളെ കൺട്രോൾ ഇല്ലാത്ത സ്ഥലങ്ങളെ കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ നമ്മൾ പോകും. ദാറ്റ്സ് എ റോങ്. അതാണ് എനിക്ക് 90s
എനിക്ക് 95-98 ആ കാലഘട്ടങ്ങളിൽ വായിച്ചു തീർത്ത പുസ്തകമാണ്. അപ്പൊ അതൊരു ടേണിംഗ് പോയിന്റാ. ഞാൻ അന്ന് മുതൽ എനിക്ക് പരിധിയില്ലാത്ത ഒരു സ്ഥാനത്ത് ഞാൻ കൺട്രോൾ ചെയ്യാം. ഓക്കെ. ഇപ്പൊ എന്തായിക്കോട്ടെ, അത് ഇമോഷണൽ ആയിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, പുറത്ത് സാമൂഹികപരമായിക്കോട്ടെ, സംഘടനത്തിലായിക്കോട്ടെ, എനിക്ക് കൺട്രോളിലാണെങ്കിൽ ഞാൻ അതിൽ ഇൻവോൾവ്, ഞാൻ പറയും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളെ അവിടെ വരുത്തും. എനിക്ക് കൺട്രോളില്ലാത്ത ഏരിയ ആണ്, അത് വേറെ സ്ഥലമാണ്, ഞാൻ അതിനെ കമന്റ് ചെയ്യില്ല. ഞാൻ ആ ഭാഗത്ത് അത് എന്റെ ഇൻഫ്ലുവൻസ് അവിടെ ആവശ്യമില്ലാതെ പൂർണ്ണമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ലേൺ ടു മാനേജ് യുവർ സെൽഫ് എന്നൊരു ബുക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ബുക്കാണ്. നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ചലനങ്ങള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ ചിന്തകള്, ഇതാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ പിന്നീട് മാനേജ് ആയിക്കോളും. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് പോസിറ്റീവ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഒരു പുസ്തകം OVT എന്നുള്ള പുസ്തകമുണ്ട്, ഒപ്റ്റൈൻ വെരിഫൈ ട്രാൻസ്മിറ്റ്. ഈ ഒപ്റ്റൈൻ ഞാൻ ഇതിനൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞാണ്. ഈ സാധാരണ ഇപ്പം വളരെ ഒരു രാജ്യത്തിന്റെ പ്രശ്നം, ഒരു കുടുംബത്തിന്റെ പ്രശ്നം, ഒരു ഇന്ന് ലോകത്ത് കണ്ട എല്ലാ പ്രശ്നത്തിനൊക്കെ ബിഹൈൻഡ് ദ സീൻ ഈ OVT ആണ്. ഈ OVT വെച്ചപ്പോൾ ഒപ്റ്റൈൻ ആണ്, പിന്നെ ഒന്ന് വെരിഫൈ ആണോ ട്രാൻസ്മിറ്റ് ആണ്. അപ്പൊ ഒപ്റ്റൈൻ എന്ന് വെച്ചപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ എന്റെ പൊസിഷനിൽ നിന്ന് കേൾക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് വേണം. അതാണ് ഒപ്റ്റൈൻ, ലിസണിങ് ബൈ ഒപ്റ്റൈൻ ആണ്. എന്നെ ഏറ്റിരിക്കുന്നത് എന്റെ പൊസിഷൻ, എന്റെ ഷൂല് വന്ന് നിന്ന് നിങ്ങൾ കേൾക്കാറ്, ചേർത്ത് പിടിച്ച് കേൾക്കാന്ന് പറഞ്ഞു. ചേർത്ത് പിടിച്ച് കേൾക്കുക എന്നാണ് ഒപ്റ്റൈൻ ഇന്ന് ലോകത്ത് നടക്കുന്നില്ല. പലപ്പോഴും ഈ ചേർത്ത് പിടിച്ച് നടക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം കുടുംബങ്ങളിലുണ്ട്. ഭാര്യവർത്തകം പറയുന്നത്. പിന്നൊന്ന് വെരിഫൈ എന്ന് പറയുന്ന ഒരു സാധനം, അത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. ഈസ് ടോക്കിംഗ്, വാട്ട് ഈസ് ടോക്കിംഗ്? ഓക്കെ, എനിക്കുള്ള ഭയങ്കര നെഗറ്റീവാ പറയുന്നത്, എന്നോട് എതിരായിട്ടാണ് പറയുന്നത്, എനിക്കെതിരാ പറയുന്നത്, പക്ഷെ അത് പറയുന്നതാണ് വളരെ വെരിഫൈ ആണ്. അത് കഴിഞ്ഞ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ ലോകത്തിന്റെ പ്രശ്നം വെച്ചാല് നമ്മൾ ഒപ്റ്റൈൻ ചെയ്യാതെ, നമ്മൾ വെരിഫൈ ചെയ്യാതെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇന്ന് ലോകത്ത് നിങ്ങൾ നോക്കൂ, ചുറ്റുപാടും രാജ്യങ്ങളൊക്കെ നടക്കുന്ന പ്രശ്നം, ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ മഹലിലും നിങ്ങളുടെ സംഘടനകളിലും ഒന്ന് ചേർത്ത് പിടിച്ച് കേട്ടിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ചേർത്ത് പിടിക്കാതെ കേൾവിക്കാണ് ഈ പ്രശ്നം മൊത്തത്തിൽ വരുന്നത്. അതാണ് ഈ ലോകത്തിന്റെ പ്രശ്നം. അപ്പൊ ചിലത് നമുക്ക് ചേർത്ത് പിടിച്ച് കേട്ടാലും നമ്മൾ ചില തള്ളിക്കളയിൽ ഉണ്ടാവും, അത് വേറെ വിഷയമാണ്. എന്നാലും ഈ കുറെ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെയാണ് എന്നെ പലപ്പോഴും എന്റെ ലൈഫിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കുകൾ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എങ്കിലും 2-3 ബുക്കുകൾ പറഞ്ഞു, ഹൗ ടു സേ നോ, അതുപോലെ തന്നെ ഹൗ ടു കൺട്രോൾ അവർ സെൽഫ് ഒക്കെ പറഞ്ഞു. എങ്കിലും ഒരു ഫൈനലി ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു 5 പുസ്തകങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയാൻ? ഞാൻ ഒരു ക്രൗഡ് ഓഡിയൻസ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾ, പെൺകുട്ടികളാണ് ഈ ലേൺ ടു സേ നോ, നോ എന്ന പുസ്തകങ്ങള്. പിന്നെ ഈ ലേൺ പുസ്തകം വായിക്കുന്ന ചില ആൾക്കൊരു എൻജോയ്മെന്റ് മാത്രമാണ്. ഇപ്പോ ഈ നോവൽസ് വായിക്കുന്ന ആൾക്കാരുണ്ട്. റഷ്യയിലുണ്ടായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അത് മലയാളത്തിലും ഇംഗ്ലീഷൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഒരു വാർ സോണില്, അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. അത് പിന്നെ ശശി തരൂർ സാറിന്റെ 1-2 പുസ്തകങ്ങളുണ്ട്, നല്ല പുസ്തകങ്ങളാണ്. പിന്നെ CH എഴുതിയ 2-3 പുസ്തകങ്ങളുണ്ട്. CHനെ ഞാൻ പുസ്തകത്തിനേക്കാൾ കൂടുതൽ അവർ എഴുതിയ ബുക്കുകളാണ് എനിക്ക്. CH മുഹമ്മദ് സാഹിബ്, പിന്നെ നമ്മുടെ വൈക്കം മുഹമ്മദ് കേരളത്താണെങ്കിൽ, പിന്നെ തകഴിയുടെ ബുക്ക് മലയാളത്തിലെ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്തൊരു മനുഷ്യൻ. അതുപോലെ ഇതിന്റെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല നല്ല റൈറ്റേഴ്സ്, നമ്മുടെ ഈ സച്ചിനെ പോലുള്ള നല്ല റൈറ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. പിന്നെ നിസാർ ഖബ്ബാനി എന്നുള്ള എഴുത്തുകാരനുണ്ട് ലബനാനിൽ, അറബിയാണ്. നിസാർ ഖബ്ബാനി. അയാൾ ഈ സാഹിത്യത്തെ പറ്റി, ജീവിതത്തെ പറ്റിയൊക്കെ വളരെ തീഷ്ണമായി എഴുതിയ ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ സാഹിത്യം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള തരത്തിലൊക്കെ ഗവേഷണം നടത്തിയൊരു മനുഷ്യൻ കൂടിയാണ്. പിന്നെ ഇപ്പോൾ ഈ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കണം, ലിയോ ടോൾസ്റ്റോയിന്റെയും, അതൊക്കെ ഒരു അനുഭവമാണ്, ലൈഫിലെ അനുഭവമാണ്. അതൊക്കെ വ്യത്യസ്ത ജീവിതങ്ങൾ ജീവിക്കാന്ന് പറഞ്ഞ പോലെ. അതെ, നമ്മളൊന്നും അറിയാത്ത പാതയിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നമ്മൾ ചില പ്രശ്നങ്ങൾ അവരുടെ നാട്ടിൽ എങ്ങനെയാണ് ഇരുന്നത്, അതെങ്ങനെയായാലും അവൻ അനുഭവിച്ച് നോക്കുമ്പോൾ സാമ്യവും അവസാനം നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നാണ്. അങ്ങനെ കുറെ പ്രസാദ് ബുക്കെല്ലാം നിർബന്ധമായിട്ടും നമ്മൾ വായിച്ചിരിക്കണം. ശരി, ഒരുപാട് തിരക്ക് പിടിച്ച ഷെഡ്യൂൾ, അതിനുള്ളിൽ ഗൾഫ് സഫർപാത്തിന് സമയം അനുവദിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.